ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഓണം എക്സാമിനുള്ള 5 ചാപ്റ്റേഴ്സിലെയും എല്ലാ ഇക്വേഷൻസ് ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും SSC ഫ്രണ്ട്സിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുക, ഉറപ്പായിട്ട് ഉപകാരപ്പെടും. സോ ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ഫീൽ ചെയ്ത് അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേര് ഷാഹിദ് റംസാൻ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, നേരിട്ട് കൊടുക്കുന്നു. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണ്. അതിലേറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിൽ ഇക്വേഷൻസ് ആയിട്ട് ഒന്നും തന്നെ പറയുന്നില്ല, ഇതുപോലെ സെൻറ്റൻസുകളായിട്ടാണ് പറയുന്നത്. പക്ഷേ എല്ലാം ഞാൻ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂടി വരിക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം, ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. ഈ നമ്പറിനാലും കുഴപ്പമില്ല. അപ്പം ഞാൻ 3 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു. അപ്പോൾ അതിങ്ങനെ കൂടി വരികയാണ്. 2, 5, 8, 11 എക്സെട്ര. ഇങ്ങനെ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ നമ്പർ കൂടി വരുന്നതിനെയാണ് സമാന്തര ശ്രേണി എന്ന് പറയുക. ഈ തുടങ്ങിയ നമ്പറിനെ നമ്മൾ ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം എന്നും, ഈ ഒരേ സംഖ്യ കൂടി വരുന്നതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി ഇതേ ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എന്ന് തുടങ്ങി 3 കുറഞ്ഞു വരാം. കൂടുക എന്ന് പറയുന്നതും കുറയുക എന്ന് പറയുന്നതും ശരിക്കും പ്രോസസ്സ്. ഈ പ്ലസ് -3 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അർത്ഥം എന്നറിയോ? -3 കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ 2 നിന്ന് 3 കുറച്ചാൽ -1, വീണ്ടും -3, വീണ്ടും ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, സോ ഇതൊക്കെ ഈ സമാന്തര ശ്രേണിക്ക് എക്സാമ്പിൾസ് ആണ്. ഒന്നാമത്തെ കാര്യം. ഇതിലാകെ 5 പോയിന്റാണ് പഠിക്കാനുള്ളത്. അതിൽ രണ്ടാമത്തെ കാര്യം ഇതേ ഉള്ളൂ. ഇൻ എനി അരിത്മെറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേംസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് എ ഫിക്സ്ഡ് നമ്പർ. വളരെ രസകരമായിട്ടുള്ള ഈ രണ്ടും ഒരു പോയിന്റാണ് കേട്ടോ. ഏത് സമാന്തര ശ്രേണിയിലും പദങ്ങളിലെ മാറ്റം സ്ഥാനങ്ങളുടെ മാറ്റത്തിന് ആനുപാതികമാണ്. വളരെ സിമ്പിളായിട്ട് കാര്യം ശ്രദ്ധിക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 32ഉം ചോദ്യപ്പേപ്പറിൽ തരും. 20ാം പദം 62ഉമാണ്. അപ്പോൾ ഇതുപോലെ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 ടേംസ് നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ആദ്യം ഇത് തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന ഉത്തരവും ഇതിൻ്റെ സ്ഥാനങ്ങൾ തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന ഉത്തരവും തമ്മിൽ കുറച്ചാൽ മതി. ഡിവൈഡ് ചെയ്യുക. സോ 62 32 കുറച്ചാൽ എത്രയാണ്? 30. 20 10 കുറച്ചാൽ എത്രയാണ്? 10. സോ ദ ആൻസർ ഈസ് 3. ഇതായിരിക്കും എപ്പോഴും കോമൺ ഡിഫറൻസ്. അഥവാ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. മലയാളത്തിൽ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഇത് ഇക്വേഷനായിട്ട് നിങ്ങൾ പഠിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് അറച്ചു വെച്ചാൽ മതി. അതായത് 10ാമത്തെ പദം മുതൽ 20ാമത്തെ പദം വരെയുള്ള വ്യത്യാസം എന്നത് 10D ആണ്. 32 മുതൽ 62 വരെയുള്ള വ്യത്യാസമാണ് 30 ആണ്. സോ 10D = 30. സോ D = 30/10, ദാറ്റ് ഈസ് = 3. ഇങ്ങനെയാണ് ഈ ഐഡിയ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐഡിയ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് എന്നാലും പദങ്ങൾ തമ്മിൽ കുറയ്ക്കുക, സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കുക, അത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം D ആയിരിക്കും. അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വളരെ രസകരമായുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇൻ എനി അരിത്മെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദ 2 ടേംസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് അഹെഡ് ടേം ഈസ് ട്വൈസ് ദിസ് ടേം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു. 2, 5, 8, 11, 14. എന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ടേം എടുക്കുകയാണ്. അപ്പോൾ 8 എന്ന് പറഞ്ഞ പദം എടുത്തു. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ടേമും തൊട്ട് ഇപ്പുറത്തുള്ള ടേമും തമ്മിൽ ആഡ് ചെയ്താൽ 11 + 5 16. എങ്ങനെ? ഈ കാണുന്ന നമ്പറിൻ്റെ ഡബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കും, ഏത് ടേം എടുത്താലും. ഞാൻ ഈ കാണുന്ന ടേം എടുത്തു. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതും തൊട്ടിപ്പുറത്തുള്ളതും ആഡ് ചെയ്തു. 8ഉം 14 ആഡ് ചെയ്ത് എത്ര? 22. അതെപ്പോഴും ഇതിൻ്റെ ഡബിൾ ആയിരിക്കും, 2 × 11. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് ഞാനിപ്പോൾ 2 നമ്പർ x3 എടുത്താൽ x3ൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ x4ഉം x3ൻ്റെ തൊട്ടിപ്പുറത്തുള്ള നമ്പർ x1ഉം ആയിരിക്കും. അത് 2 ടൈംസ് x3 എന്ന് പറഞ്ഞാൽ x4 + x1 ആയിരിക്കും. സോറി, x4 + x2. x4 + x2. അതായത് x3 എന്ന് പറയുന്ന ടേമിൻ്റെ x3 എന്ന ടേമിൻ്റെ തൊട്ടടുത്ത നമ്പറാണ് x4. അതിന് തൊട്ടിപ്പുറത്തെ നമ്പറാണ് x2. അത് തമ്മിൽ ആഡ് ചെയ്താൽ 2x3. ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ള മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ രണ്ടാമത്തെ പോയിന്റായിട്ട് ബന്ധപ്പെട്ടതാണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പകരം എന്ത് ചെയ്യുക? ഏതൊരു അരിത്മെറ്റിക് സീക്വൻസിലെയും സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് നമ്പർ എടുത്താലും കുഴപ്പമില്ല. ഇപ്പം 10ഉം 20ഉം കൂട്ടിയാൽ എത്രയാണ്? 30 ആണ്. അങ്ങനെ കൂട്ടിയാൽ 30 കിട്ടുന്ന എല്ലാത്തിൻ്റെ തുക എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ x1 + x29, x2 + x28, x14 + x16. ഇതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടി നോക്കി, പൊസിഷൻ തമ്മിൽ കൂട്ടിയാൽ സെയിം ആൻസർ അല്ലേ? അങ്ങനെ കിട്ടുന്നതൊക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ x7 + x7 ചെയ്താൽ എനിക്ക് എന്തൊക്കെ കിട്ടും? x1 + x6 എഴുതാം. സോറി, x13 എഴുതാം. x2 + x12 എഴുതാം. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 14 കിട്ടും. ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും?
14 കിട്ടും. അപ്പോൾ ഈ ഒരു ഐഡിയ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ തുകയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതിലാകെ 3 കാര്യം കൂടി പഠിക്കാനുള്ള, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ദ സം ഓഫ് ആൻ ഓഡ് നമ്പർ ഓഫ് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി മിഡിൽ ടേം ആൻഡ് ദി നമ്പർ ഓഫ് ടേംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. ഇതിൽ ഇക്വേഷൻ ആയിട്ട് പറയുന്നില്ല, ഇങ്ങനെ ഉള്ളൂ. നമ്മളൊരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ n എന്ന് പറഞ്ഞത് ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിൻ്റെ നടുവിലൊരു ടേം ഉണ്ടാവും. ആ 7നോട് 1 കൂട്ടുക 8, അതിൻ്റെ പകുതി ആയിരിക്കും എപ്പോഴും മിഡിൽ ടേം ഉണ്ടാവുക. എന്നിട്ട് ടോട്ടൽ നമ്പറായിട്ടുള്ള 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ n ഓഡ് നമ്പർ ആണെങ്കിൽ ഏത് നമ്പർ ആവാം, ഓഡ് നമ്പർ. ഇപ്പം 99, 49, 25 ഒക്കെ പറ്റും. അതിൻ്റെ മിഡിൽ ടേം ഉണ്ടാവും, മിഡിൽ ടേം മധ്യപദം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മധ്യപദം ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം. ഇതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം എന്നും എഴുതാം. ഈ 2 വെച്ചിട്ട് ചോദ്യങ്ങൾ വരും. ഇതിലേക്ക് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈലം SSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരിക, കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. ഇനി 2 കാര്യം കൂടി ഈ ടോപ്പിക്കിൽ പറയുന്നുണ്ട്. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദ സം ഓഫ് 2 പൊസിഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2 പദങ്ങളുടെ സ്ഥാനങ്ങൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ തുകയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ x3 + x7 ഈക്വൽ ടു x5 + x5. ഈ ഒരു ഐഡിയ തന്നെയാണ് അവിടെ വരുന്നത്. അപ്പം 3ഉം 7ഉം കൂട്ടിയാൽ 10, 5ഉം 5ഉം കൂട്ടിയാൽ 10. ഇതന്നെ ആയിരിക്കും ആണെങ്കിൽ x2 + x8 കൂട്ടിയാലും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കോൺസെപ്റ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ പദമാണോ നോക്കാൻ ഒരു പണിയുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് 101 ഈ കാണുന്ന സമാന്തര ശ്രേണിയിൽ പദമാണോ നോക്കാൻ ഒരു പണിയില്ല. ആ 101 ആദ്യത്തെ പദങ്ങൾ കുറയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പൊതുവ്യത്യാസം കൊണ്ട്, അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ യെസ് പദമാണ്, പറ്റില്ലെങ്കിൽ നോ പദമല്ല. അപ്പോൾ 101 നിന്നും 13 കുറച്ചാൽ എത്ര കിട്ടും? 88 കിട്ടും അല്ലേ? 88 88/11 യെസ്, കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8 ആണെന്ന് ആൻസർ കിട്ടും. 88 11 ഉണ്ട് 8. സോ ഇതെന്താണ്? യെസ് പദമാണ്. ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞുതരാം നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം കിട്ടിയ ഉത്തരത്തിനോട് 1 കൂട്ടിയാൽ നമ്പർ ഓഫ് ടേംസ് കിട്ടും. അതായത് ഈ കാണുന്നത് 9ാമത്തെ പദമാണ്. 101 എന്ന് പറയുന്നത് 9ാമത്തെ പദമാണ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്നും നിങ്ങൾക്ക് ഇത് കാണാം. ഇത് ഐഡിയ ഇത്രേ ഉള്ളൂ. നമ്മളോട് ഏതാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് അതിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കാം. ഏത് ടേം കുറച്ചാലും നിങ്ങൾക്ക് ഐഡിയ കിട്ടും. പക്ഷേ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം കുറയ്ക്കുക, എന്നിട്ട് പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസോ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ഉത്തരം കിട്ടും. അതിനോട് +1 ആഡ് ചെയ്താൽ എന്തായി? നമ്പർ ഓഫ് ടേംസ് ആയി. അല്ലെങ്കിൽ സ്ഥാനം എത്രാമത്തെ പദമാണ്? 9ാമത്തെ പദമാണ്. അല്ലെങ്കിൽ എത്ര പദങ്ങളുണ്ട്? 9 പദങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് സെറ്റാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ പറയണം. ചാപ്റ്ററിനെ പറ്റിയൊക്കെ ഐഡിയ ഉള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുക. ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികൾക്ക് ഞാൻ ഈ പറയുന്നതൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഐഡിയ ഇല്ലാത്ത കുട്ടികൾ സൈലം SSCയിലേക്ക് വരിക, ക്ലാസ്സുകൾ കാണുക. 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2ാമത്തെ ചാപ്റ്റർ എന്താണ്? സർക്കിൾസ് അഥവാ വൃത്തങ്ങളാണ്. ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 2 പോയിന്റ് എയും ബിയും, അതിൽ നിന്ന് സെൻറ്ററിലേക്ക് വരക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണോ അതിനെ നേരെ പകുതി ആയിരിക്കും അതേ പോയിന്റിൽ നിന്ന് ആ സർക്കിളിലേക്ക് വരക്കുന്ന ആംഗിൾ എപ്പോഴും. വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ പോയിന്റ് ശ്രദ്ധിക്കണേ. ഈ പോയിന്റിൽ നിന്ന് സെൻറ്ററിലേക്ക് വരക്കുന്ന ആംഗിളും അതേ പോയിന്റുകളിൽ നിന്ന് സർക്കിളിലേക്ക് വരക്കുന്ന ആംഗിളും തമ്മിലുള്ള റിലേഷൻ ഇത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് ഇത്. ഇത് എത്രയാണോ അതിൻ്റെ പകുതിയാണിത്. വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് നമ്പർ 1. ഇപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ അതിൻ്റെ പകുതി 60 ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ 100 ആണെങ്കിൽ അതിൻ്റെ പകുതി 50 ഉണ്ടാവുക. ഓക്കെ, കോൺസെപ്റ്റ് നമ്പർ 1. ഇപ്പോൾ ഇവിടെ 72 ആണെങ്കിൽ അതിൻ്റെ പകുതി 36 ഉണ്ടാവുക. 2ാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യിപ്പിക്കുക. അത് ഡയമീറ്റർ ആണെങ്കിൽ, വ്യാസമാണെങ്കിൽ, വെരി ഇമ്പോർട്ടൻറ്റ്, ഡയമീറ്റർ ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എപ്പോഴും 90 ആയിരിക്കും. അത് എവിടെയാണെങ്കിലും 90 ആയിരിക്കും. ഇവിടെയാണെങ്കിലും 90 ആയിരിക്കും. ഇനി ഇവിടെയാണെങ്കിലും അത് 90 ആയിരിക്കും. എവിടെയാണെങ്കിലും ആ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എവിടെ ആണെങ്കിലും. വളരെ ഇമ്പോർട്ടൻറ്റ് 2ാമത്തേത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ചിത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. അതായത് ഇങ്ങോട്ടും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചാലോ എന്നാ. ഇങ്ങോട്ടും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും മക്കളെ? ഇങ്ങനെ വരുന്ന സമയത്ത് 4 പോയിന്റും ഓൺ ദി സർക്കിളാണ്. 4 പോയിന്റും ഓൺ ദി സർക്കിൾ, വൃത്തത്തിലാണ്. 4 പോയിന്റും വൃത്തത്തിലാണെങ്കിൽ മക്കളെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും, അതായത് സർക്കിളിലുള്ള പോയിന്റുകൾ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. അത് സപ്ലിമെൻ്ററി ആണ്. ആംഗിൾസ് എന്താണ്? സപ്ലിമെൻ്ററി ആണ്. അതേപോലെ ഈ കാണുന്ന ആംഗിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് 100 ആണെങ്കിൽ ഇത് പകുതി 50 ആണ്. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 180 - 50 130 കിട്ടും. രണ്ടും കൂടി കൂട്ടിയാൽ 180 അല്ലേ? ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാണുന്നതിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. 180 അത് കുറച്ചതാണ് ഇവിടെ വരുന്നത്. ഈ കാണുന്ന ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ വരിക. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് 100 ആണെങ്കിൽ
360 100 കുറച്ചാലും മതി 260. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ഇവിടെയും ഇതിൻ്റെ ഇരട്ടി ഇവിടെയും വരും. സെൻട്രൽ ആംഗിളിലാണ് ഇരട്ടികൾ വരിക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചിത്രം എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ AB എന്ന് പറഞ്ഞ ഒരു വര വരച്ചു. ഏതും ആവാം, അത് ഡയമീറ്റർ ആവണം എന്നൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്ന വര ആ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. എല്ലാത്തിൻ്റെ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ADC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, AEB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, എല്ലാത്തിൻ്റെ ഈ ആംഗിൾ സെയിം ആയിരിക്കും. ഇത് 60 ആണ് അല്ലെങ്കിൽ ഇത് 40 ആണെങ്കിൽ ഇതൊക്കെ 40 ആയിരിക്കും. എല്ലാം സെയിം ആയിരിക്കും. X ആണെങ്കിൽ എല്ലാം X, Y ആണ് എല്ലാം Y, 40 ആണ് എല്ലാം 40. ഇപ്പോൾ ഈ കാണുന്ന ആംഗിൾ ആണെങ്കിൽ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതെന്താവും 140 കിട്ടും. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ആംഗിളും എത്രയായിരിക്കും 140 ആയിരിക്കും. 140. ആ ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട A+ ലെവൽ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ 4 പോയിന്റ് ഓൺ ദി സർക്കിൾ അല്ലാന്ന് വിചാരിച്ചോ, ABCD. ഈ കാണുന്ന പോയിന്റ് സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ ഈ കാണുന്ന ആംഗിളും കൂട്ടിയാൽ, ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടിയാൽ അത് 180 കൂടുതലായിരിക്കും. മോർ ദാൻ 180. 180 കുറവ് കേട്ടോ. 180 കുറവായിരിക്കും. 180 കുറവായിരിക്കും. മാറിപ്പോകരുത്. ഈ രണ്ട് ആംഗിളും തമ്മിൽ കൂട്ടിയാൽ 180 കുറവായിരിക്കും. അപ്പം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടുമെങ്കിൽ അത് ഓൺ ദി സർക്കിളാണ്. 180 കുറവാണെങ്കിൽ അത് ഔട്ട്സൈഡ് ദി സർക്കിളാണ്. 180 കൂടുതലാണെങ്കിൽ അത് ഇൻസൈഡ് ദി സർക്കിളാണ്. അപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഇൻസൈഡ് ആണെന്ന് പറയാം. കാരണം എന്താ, ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടിയപ്പോൾ 180 കൂടുതലാണ്. 180 കൂടുതലാണെങ്കിൽ ഈ കാണുന്ന പോയിന്റ് ഇൻസൈഡ്, 180 കുറവാണെങ്കിൽ ഈ കാണുന്ന പോയിന്റ് ഔട്ട്സൈഡ്, 180 ആണെങ്കിൽ ഇവിടെ വരുന്ന പോയിന്റ് ഡി ഓൺ ദി സർക്കിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള A+ ടോപ്പിക്കാണ്. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററും കഴിഞ്ഞു. പിന്നെ നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു സർക്കിളിൻ്റെ 4 പോയിന്റുകളും സർക്കിളിൻ്റെ അകത്ത് വരയ്ക്കുന്ന ഏതൊരു ചതുർഭുജത്തിൻ്റെ 4 പോയിന്റ് ഓൺ ദി സർക്കിൾ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൽ. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ കൂട്ടിയാൽ 180, ഇതും കൂട്ടിയാലും 180. 180 അല്ല 180. എല്ലാ പോയിന്റിലൂടെ സർക്കിൾ വരയ്ക്കും. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 ഇക്വേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം XN കാണാനാണ്. XN കാണാൻ നിങ്ങൾക്ക് ആകെ പഠിക്കേണ്ട ഇക്വേഷൻ ഒന്നെങ്കിൽ AN+B അല്ലെങ്കിൽ DN+F-D. ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. അടുത്തത് SN ആണ്, തുക n/2 × x1 + xn. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ മുഴുവൻ ഇക്വേഷൻസും കഴിഞ്ഞു. ഇതിൽ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ SN = മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. N ഓഡ് നമ്പർ, ഒറ്റ സംഖ്യകളുടെ തുക, നമ്പർ ഓഫ് ടേംസ് ഒറ്റ സംഖ്യ. ഇനി അടുത്തത് SN = n². ഇതെന്താ, ഒറ്റ സംഖ്യകൾ മാത്രമുള്ള ശ്രേണി, ഒന്നിൽ നിന്ന് തുടങ്ങുന്ന ശ്രേണി. ഇതെന്താ, നമ്പർ ഓഫ് ടേംസ്. ഇതിപ്പോൾ ഏത് ശ്രേണിയും ആവാം, പക്ഷേ N എന്തായാലും ഓഡ് നമ്പർ ആയാൽ മതി. N ഓഡ് നമ്പർ ആണെങ്കിൽ ഇതും, നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ അതിലുള്ള പദങ്ങളെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങുന്ന ഓഡ് നമ്പർ ആണെങ്കിൽ ഇതുമാണ് ഇക്വേഷൻ. ജസ്റ്റ് ഒന്ന് അഡീഷണൽ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ SN = n × n+1. ഇതൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷനുള്ള ആളുകൾ ലൈവ് കാണുക കേട്ടോ. n × n+1 ഇത് ഈവൻ നമ്പർ, 2 + 4 + 6+. ഇനി SN = n². SN = n × n+1/2. ഇതാണെങ്കിൽ n എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് നാച്ചുറൽ നമ്പേഴ്സാണ്. എണ്ണൽ സംഖ്യകളുടെ തുക 1 + 2 + 3+. ഈ കാണുന്നതിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ, ഈ കാണുന്നതിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ, ഈ കാണുന്നതിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ, n ഓടായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ. ഇത് എല്ലാ ചോദ്യങ്ങളും, ഏത് ചോദ്യങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണിത്. അപ്പോൾ ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററും കഴിഞ്ഞു. ഇനി ആകെ നമുക്ക് നോക്കാനുള്ള 2 ചാപ്റ്ററാണ്. പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിച്ചോളൂ. അഥവാ സാധ്യതകളുടെ ഗണിതം. മക്കളെ ഇതിൽ നിങ്ങൾക്ക് 3 ടോപ്പിക്കാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ടോപ്പിക്ക്, ഒരു പാത്രത്തിൽ നിന്നും ഒരു പന്തെടുക്കുക. ഫോർ എക്സാമ്പിൾ 3 റെഡ് ഉണ്ട്, 4 വൈറ്റ് ഉണ്ട്. അപ്പോൾ റെഡ് കിട്ടാനുള്ള സാധ്യത, എത്ര റെഡ് ആണോ ഉള്ളത് അതിൻ്റെ എണ്ണം / ടോട്ടൽ. അടിയിൽ എപ്പോഴും ടോട്ടൽ ആയതുകൊണ്ട് നമ്മൾ റെഡാണ് ചോദിച്ചെങ്കിൽ റെഡിൻ്റെ എണ്ണം / ടോട്ടൽ. സോ ദ ആൻസർ ഈസ് 3 ടോട്ടൽ A ആണ്. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കാൻ. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ തന്നിട്ടാണ്. ചിത്രങ്ങൾ തന്നിട്ട് 2 രീതിയിലാണ് ചോദ്യം വരിക. ഒന്ന് ഒരേ ഷേപ്പ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യം. അപ്പോൾ ഈ കാണുന്ന ചിത്രത്തെ നമുക്ക് ഇങ്ങനെ മുറിച്ചാൽ ഒരേ ഷേപ്പായി. അപ്പോൾ 1 2 3 4. അപ്പോൾ റെഡിലാണ് ചാൻസ് ചോദിച്ചതെങ്കിൽ റെഡിൽ ഒരു ഡോട്ട് ഇടാനുള്ള ചാൻസ് ആണ് ചോദിച്ചെങ്കിൽ റെഡിൽ എത്ര ഷേപ്പ് ഉണ്ട്? 2 ഒരേ മോഡലുള്ള ഷേപ്പ് 2 ഉണ്ട്. ടോട്ടൽ 4 ഉണ്ട്. സോ 2/4. ഇങ്ങനെയാണ് ചിത്രം വന്നതെങ്കിൽ ഇതിനെ നമുക്ക് ഒരേ ഷേപ്പ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഇത് ഒരേ ഷേപ്പായി. എല്ലാം ഒരേ ഷേപ്പല്ലേ. ഇപ്പോൾ ഗ്രീനിൽ കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിച്ചതെങ്കിൽ
1 2 3 4 5 6 7 8 9 10 11 12. ഇപ്പോൾ ഗ്രീനിലാണ് ചോദിച്ചെങ്കിൽ ഗ്രീനിൽ 6 ഉണ്ട്, ടോട്ടൽ 12 ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ആൻസർ. എന്നാൽ ഈ രീതിയിലാണ് ചോദ്യം വന്നെങ്കിൽ ഇത് നമുക്ക് ഒരിക്കലും ഒരേ ഷേപ്പ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളോട് എന്താണോ ചോദിച്ചത്, ഇപ്പോൾ ഗ്രീനാണ് ചോദിച്ചതെങ്കിൽ ഏരിയ ഓഫ് ഗ്രീൻ പാർട്ട് ബൈ അടിയിലെപ്പോഴും ടോട്ടലാണ് എഴുതേണ്ടത്. ടോട്ടൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഷേപ്പ് സ്ക്വയർ ആണ്. ഇവിടെ ചോദിച്ച ഗ്രീൻ സർക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? ഏരിയ ഓഫ് സർക്കിൾ, വൃത്തത്തിൻ്റെ പരപ്പളവ് ഡിവൈഡ് ബൈ സമചതുരത്തിൻ്റെ പരപ്പളവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഇതിലും പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ ജോഡികളാണ്, ഒറ്റ കാര്യം കൊണ്ട് ജോഡികൾ. ഇപ്പോൾ ഒരു പാത്രം തന്നു, വേറൊരു പാത്രം തന്നു, 2 പാത്രത്തിൽ നിന്നും ഓരോന്ന് എടുക്കുക. ടോട്ടൽ 2 എണ്ണം. 2 പാത്രത്തിൽ നിന്ന് ഇതിൽ നിന്ന് 1 എടുക്കണം, ഇതിൽ നിന്ന് 1 എടുക്കണം. അപ്പോൾ ഒരേ സമയം 2 എണ്ണം വരും ജോഡി വന്നാൽ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഇക്വേഷൻ ഇൻറ്റു ആണ്. അപ്പോൾ ഇതിലിപ്പോൾ 10 എണ്ണം ഉണ്ട്, ഇതിലിപ്പോൾ 20 എണ്ണം ഉണ്ടെങ്കിൽ ആകെ ജോഡികളുടെ എത്ര? 200. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം അടങ്ങിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ സൈലം SSLC അവൈലബിൾ ആണ്, ലൈവിലും അവൈലബിൾ ആണ്. അതിൻ്റെ ഫീഡ്ബാക്ക് അടിപൊളിയാണ്, നിങ്ങൾ പോയി കാണുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, 2ാം കൃതി. അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു ടോപ്പിക്കാണ്. പറഞ്ഞുതരാം. ഒരു സമവാക്യം, ആ കാണുന്ന നമ്പറിൻ്റെ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തരും, ഇതുപോലത്തെ ഒരു ഇക്വേഷൻ തരും. എന്നിട്ട് ഇതിനെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ് വരിക. മെയിനായിട്ട് അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു പണിയില്ല മക്കളെ, x² കൂടെ 1 ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അങ്ങനത്തെ ചോദ്യം പഠിക്കാനുള്ളൂ. എക്സിൻ്റെ കൂടെ ഏതാ നമ്പർ നോക്കുക, 8 ആണ്. അതിൻ്റെ പകുതി എടുക്കുക, 4. ആ 4ൻ്റെ സ്ക്വയർ എടുക്കുക, 8ൻ്റെ പകുതിൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ 16 ആണ്. അത് 2 ഭാഗത്തും ആഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, 2 ഭാഗത്തും ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഏത് ചോദ്യമാണെങ്കിലും എക്സിൻ്റെ കൂടെ ഇവിടെ +8 ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി +4 ചെയ്താൽ സ്ക്വയർ എടുക്കുക, 25. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 2 ഉത്തരം കിട്ടും, √25. ഈ ഒരു സ്റ്റെപ്പാണ് ഇതിലാകെ പഠിക്കാനുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5x + 4 = -5. ഈ ചാപ്റ്റർ ഫുള്ള് കഴിയും കേട്ടോ. ഈ ഒരു ഐഡിയ മാത്രമേ ഇതിൽ യൂസ് ചെയ്യാനുള്ളൂ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിനെ കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതിയുടെ കൂടെ അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് 2 കൂടി ആഡ് ചെയ്യാം, ഏത് ചോദ്യമാണെങ്കിലും. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 2 ഉത്തരങ്ങളാണുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേ ടോപ്പിക്കിൻ്റെ ഒരു ഗ്രാഫ് വെച്ചിട്ട് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഗ്രാഫ് വെച്ചിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രാഫ് വരക്കാണ്. ഇങ്ങനെയാണ് ഗ്രാഫ് വരച്ചതെന്ന് നോട്ടിക്കോ. ഈ കാണുന്ന നമ്പർ 1 ആണ്, ഈ കാണുന്ന നമ്പർ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പരിഹാരങ്ങൾ, എക്സിൻ്റെ സൊല്യൂഷൻ ഏതെന്ന് ചോദിച്ചാൽ ഒരു പണിയില്ല. എക്സ് ആക്സിസിൽ ആ വര ഏടാണോ കൂട്ടിമുട്ടുന്നത് അതാണ് അതിൻ്റെ എക്സിൻ്റെ വിലകൾ. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചില്ലേ, എക്സിൻ്റെ വിലകളായിട്ട് നമ്മൾ എന്താ കണ്ടുപിടിച്ചു? x = 1, x = -9. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരാം? 1 -9. ഇവിടെ 1 വരും, ഇവിടെ -9 വരും, ഇങ്ങനെ വരാം. ഇതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാഫ് കണ്ടിട്ട് ചോദിച്ചാൽ ഒരു പണിയില്ല. ഇതാണ് അതിൻ്റെ 1ഉം 3ഉം. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഘടകങ്ങൾ കണ്ടുപിടിക്കാം. ഇത് നമുക്ക് ശരിക്കും വേറെ ചാപ്റ്ററിലാണ് വരുന്നത്, അത് നമുക്ക് അപ്പോൾ പഠിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഇതേ എക്സാമ്പിൾ വെച്ച് കാണിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് വന്നതെങ്കിൽ ഇത് 2 ആണ്, ഇത് 3 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ്റെ വില എത്ര? x = 2, x = 3. അപ്പോൾ ഇതേ ഗ്രാഫ് ഇങ്ങനെ വന്നാലോ, -1 -2 1. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് അഥവാ എക്സിൻ്റെ വിലകൾ ഏത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ 5 ചാപ്റ്റർ ഓൺ എക്സാമിൽ എല്ലാ ടോപ്പിക്കിലെ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും വരിക. അത് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പഠിപ്പിക്കും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈവുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ PDF നോട്ടുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ സൈലം SSLC യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വിഷ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. എല്ലാ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ബൈ. നിങ്ങളുടെ കൂടെ ഉണ്ടാകും കേട്ടോ. ബൈ.